നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും പല കുടുംബങ്ങളിലും നടക്കുന്ന ഒരു പ്രശ്നം, പല കലഹങ്ങൾക്കും കാരണം പരസ്പരം താഴുവാനുള്ള മനസ്സില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭാര്യയോ ഭർത്താവോ അവരിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ഭാര്യയ്ക്ക് അതിനോട് യോജിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ ഒരു കാര്യം പറഞ്ഞു, ഭർത്താവിന് അതിനോട് യോജിക്കുവാൻ കഴിയുന്നില്ല. പരസ്പരം ഉള്ളതായ കീഴടങ്ങുവാൻ മനസ്സിലാത്തതായ ഹൃദയങ്ങൾ. മകനോ മകളോ ഒരു കാര്യം പറയുന്നു, പക്ഷേ പിടിവാശിക്കാരനായ അപ്പന് ഒരു പക്ഷേ അതൊരിക്കലും സാധിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് ശഠിക്കുന്നു. പരസ്പരം വിട്ടുകൊടുക്കുവാൻ ആരും തയ്യാറല്ലാത്തതുകൊണ്ട് അവസാനം അത് വലിയ വിഷമത്തിലേക്കും വലിയ പ്രതിസന്ധികളിലേക്കും കടന്നു പോകുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഞാൻ ജയിക്കണം എന്നുള്ള വാശിക്ക് പകരം, ഞാനാണ് വലിയത് എന്നുള്ളതായ അഹങ്കാര ഉന്നതമായ ചിന്തകൾക്ക് പകരം അവിടെ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. നാം എപ്പോഴും നമ്മുടെ നന്മകളല്ല മറ്റുള്ളവരുടെ നന്മകൾ എണ്ണണം. ആ വ്യക്തിയെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ളതായ ഇഷ്ടക്കുറവുകൾ വെച്ച് പുലർത്തുവാനല്ല, ആ ഇഷ്ടക്കുറവിനെ മാറ്റി നിർത്തിയിട്ട് ആ വ്യക്തിയിലുള്ളതായ നന്മകളെ നാം എണ്ണി എണ്ണി പറയണം. ദൈവസ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് അതെ, ആ വ്യക്തിയിലുള്ളതായ നല്ല സ്വഭാവങ്ങൾ, ആ വ്യക്തിയിലുള്ളതായ കരുതുന്ന മനോഭാവങ്ങൾ, ആ വ്യക്തിയിലുള്ളതായ സ്നേഹത്തിൻ്റെ ഇടപെടലുകൾ, ആ വ്യക്തിക്കുള്ളതായ ക്ഷമിക്കുവാനുള്ളതായ കഴിവുകൾ, ഇങ്ങനെ ആ വ്യക്തിക്കുള്ളതായ ഗുണങ്ങൾ. അവർക്ക് ഒരു മനുഷ്യനെയും ഒരു ഗുണവുമില്ലാതെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഓരോ വ്യക്തിയിലും അനേക നന്മകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നാം സൂക്ഷിച്ചു നോക്കിയാൽ അതെ, നാം തെറ്റുള്ളവർ എന്ന് പറയുന്ന വ്യക്തികളിൽ പോലും ചില നന്മകൾ ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നാം നമ്മുടെ ഭർത്താവിലുള്ള നന്മകൾ കാണുവാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ട ഭാര്യയായ സഹോദരി, നിനക്ക് നിന്റെ ഭർത്താവിനെ കുറ്റം പറയേണ്ടി വരികയില്ല. അതുപോലെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഭാര്യയിൽ ചില കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ നിനക്ക് കഴിഞ്ഞു വന്നിരിക്കാം. എന്നാൽ ആ സഹോദരിയിലുള്ളതായ നന്മകൾ, ക്ഷമിക്കുന്നതായ പ്രകൃതങ്ങൾ, ഭക്ഷണമുണ്ടാക്കി സമയാസമയങ്ങളിൽ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരികയും കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുകയും അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുകയും വീട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരുപാട് കാര്യങ്ങൾ, എല്ലാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ആ സഹോദരിയുടെ നന്മകൾ കാണുമ്പോൾ നമുക്ക് അവളോട് ക്ഷമിക്കുവാൻ മനസ്സാകും. ഇങ്ങനെ തന്നെത്താൻ മറ്റുള്ളവരുടെ നന്മയെ കാണുവാൻ തുടങ്ങുമ്പോൾ പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും കഴിയും. നമ്മുടെ ശാഠ്യത്തോടെയോ ദുരഭിമാനത്തോടെയോ നമ്മുടെ നന്മകളെ ഉയർത്തി കാണിക്കാതെ നമ്മുടെ നന്മകളേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുമ്പോൾ അത് സ്വർഗത്തിലെ ദൈവവും നമ്മിൽ പ്രസാദിക്കുകയാണ്.